നമ്മളിപ്പോ ഏതൊരു ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഇൻഡസ്ട്രിയിൽ അതിപ്പോ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോ അത് മേണ് പഠിപ്പിക്കുന്ന ഒരാളായി എന്നതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. പക്ഷെ അവിടെയൊക്കെ ഒരു റിയൽ ടൈമിൽ ഒരു കമ്പനി ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാന ക്വസ്റ്റ്യനാണ്. യൂട്യൂബിലൊക്കെയാണ് തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഏത് ടെക്നോളജിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കേസിൽ. ഈ ടെക്നോളജി ഫീൽഡിൽ പഠിക്കുന്ന മുഴുവൻ ആളുകളോട് എപ്പോഴും പറയാനുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കും ചെയ്തു. ഇപ്പൊ നമ്മൾ മേളിൽ തന്നെ നല്ലൊരു ബേസ് ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് മറ്റുള്ളതിനെ കുറിച്ച് ആംഗുലർ പോലുള്ള തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ സൈറയിൽ ട്രെയിനിങ് കൊടുക്കുന്നതാണെങ്കിലും ഇപ്പൊ എന്റെ ട്രെയിനേഴ്സ് ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും ഏത് സ്റ്റാക്ക് കിട്ടിയാലും അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. സോ പുതിയതായിട്ട് ഇപ്പോ വെബ് ഡെവലപ്മെന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ ഒരു കൺസേൺസ് അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഡൗട്ട്സുകൾ ഒന്ന് അഡ്രസ് ചെയ്യാന്നാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കരുതുന്നത്. അപ്പൊ ആദ്യമായിട്ട് പുതിയതായിട്ട് വെബ് ഡെവലപ്മെന്റിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനിയിപ്പോ നമ്മൾ വെബ് ഡെവലപ്മെന്റിൽ മേൺ സ്റ്റാക്കിലേക്ക് പഠിക്കുമ്പോൾ അതിന്റെ ഫ്യൂച്ചർ എന്താണ്, അതുകൊണ്ട് അത്ര കാര്യമുണ്ട്, അതല്ല വേറെ ഏതെങ്കിലും ടെക്നോളജിയിലേക്ക് തിരിയണോ എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാണ് സാർ ഒരു മേൺ സ്റ്റാക്കിൽ ഒരു എക്സ്പേർട്ട് ഡെവലപ്പർ എന്ന രീതിയിൽ സാർ എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് മേൺ സ്റ്റാക്ക് ഡെഡ് ആയോ, മേൺ സ്റ്റാക്ക് കഴിഞ്ഞോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു ടെക്നോളജി ഡെഡ് ആവത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഡിക്ലൈൻഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതെ, ഒരു ടെക്നോളജി ഡിക്ലൈൻ ഒരിക്കലും ഒരു ടെക്നോളജി ഡെഡ് ആവത്തില്ല. അപ്പൊ ഈ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിക്ലൈൻഡ് ആയെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുറെ പ്രൊജക്ടുകൾ കമ്പനീസ് എടുത്ത് ചെയ്യാറുണ്ട്. അപ്പൊ അതിലേക്ക് പല പല ടെക്നോളജി ഞാൻ തന്നെ എന്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കമ്പനികൾ തന്നെ മേഡ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതായത് കമ്പനികൾ പ്രൊജക്ട് എടുക്കുന്ന സമയത്ത് അവർ ഏത് ടെക്നോളജി യൂസ് ചെയ്യുന്നത് അവർ തീരുമാനിക്കാറുണ്ട്. അതിന് ടെക് ലീഡ്സ് ആയിരിക്കും തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കമ്പനികൾ പ്രൊജക്ട് എടുക്കുന്ന സമയത്ത് അവര് ഒരു ടെക്നോളജി യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അതായത് ഈ ഇപ്പൊ മേൺ സ്റ്റാക്കിന്റെ കേസിൽ മേൺ സ്റ്റാക്ക് ഇപ്പൊ പുതിയ ടെക്നോളജി പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ വരുവാണെങ്കിൽ മേൺ സ്റ്റാക്ക് ഡിക്ലൈൻഡ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ബേസിക്കലി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒരു കമ്പനി, ഇപ്പൊ നമ്മൾ തന്നെ കമ്പനി ഒരുപാട് കമ്പനികളുണ്ട്, നമ്മളുടെ വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട്, നമ്മളും വർക്കുകൾ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കമ്പനി ഒരു പ്രത്യേക ഒരു ഏതെങ്കിലും ഒരു ടെക്നോളജി ചൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു ഇതെന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഒരു സംഭവത്തെ അവർ ചൂസ് ചെയ്യുന്നത്? ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് PHP എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. നമ്മൾ ഒരു കാലത്തൊക്കെ തന്നെ ഈ PHP ആയിരുന്നു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ PHP ആയിരുന്നു മെയിൻ ആയിട്ട്. വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ ലാസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞാൽ PHP ആയിരുന്നു. ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഒരു ഡിക്ലൈൻഡ് ആയി എന്ന് പറയുന്ന ഒരു കേസ് പറയുമ്പോൾ ഞാൻ ഈ ഒരു ഫേസിൽ വന്നുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അത് അറിയാം. അതായത് PHP ഡെഡ് ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ്, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ട് ഒക്കെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ വന്നതോടെ ഈ ഒരു PHPയുടെ യൂസേജ് കുറഞ്ഞു. അതായത് പുതിയ കമ്പനികൾ പുതിയ പ്രൊജക്ട് എടുക്കുന്ന സമയത്ത് ഈ PHP എടുത്ത് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ PHP ഡെഡ് ആയി. ബട്ട് സ്റ്റിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും PHP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക്കലി അതിന് ഒരു കാര്യം ഉള്ളത്, നമ്മളിപ്പോ ഏതൊരു ടെക്നോളജി ആണെങ്കിലും അത് ഡെഡ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മേൺ സ്റ്റാക്കിന് ഇപ്പോഴും എന്തുണ്ട്, അതിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി ആ യൂസേഴ്സും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്, നമ്മളിപ്പോ ഏതൊരു ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഇൻഡസ്ട്രിയിൽ അതിപ്പോ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോ അത് മേണ് പഠിപ്പിക്കുന്ന ഒരാളായി എന്നതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. പക്ഷെ അവിടെയൊക്കെ ഒരു റിയൽ ടൈമിൽ ഒരു കമ്പനി ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാന ക്വസ്റ്റ്യനാണ്. ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ മേൺ സ്റ്റാക്കിന്റെ യൂസേജ് ഇപ്പൊ കമ്പനികൾ ഇൻഡസ്ട്രിയിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മേൺ സ്റ്റാക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു? അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏത് ടെക്നോളജി ചൂസ് ചെയ്യുന്നത് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ ആ ടെക് ലീഡ്സ് ആണ്. ആ കമ്പനി ഒരു പ്രൊജക്ട് വരുമ്പോൾ ഏത് ടെക്നോളജി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ മേൺ സ്റ്റാക്ക് എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് ഇവിടെ ഉള്ള ഒരു ടെക്നോളജിയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് ആണ്. അതായത് ഒരു മീഡിയം സ്കെയിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ്. ഇത് കുറെ വർഷങ്ങളായിട്ട് ഉണ്ട്, സ്റ്റിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഇതിനകത്ത് ഇപ്പൊ ഒരു ടെക്നോളജി വരികയാണെങ്കിൽ അതിന് ബഗ്സും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കാം. അപ്പൊ ഇതൊക്കെ അതിന് ഡെവലപ്പേഴ്സ് ഇങ്ങനെ കവർ ചെയ്ത് ഇപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെക്നോളജി മീൻ അല്ലെങ്കിൽ മേൺ സ്റ്റാക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ബഗ്സ് വരാനുള്ള ചാൻസ് കൂടുതൽ കുറവാണ്. അപ്പം ഒരു കമ്പനി ഇപ്പം ഒരു പുതിയൊരു ടെക്നോളജി വരികയാണ്,
ഒരിക്കലും ഒരു കമ്പനി ആ ഒരു ടെക്നോളജിനെ എടുത്ത് അവരുടെ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. കാരണം അത് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് മാത്രമേ കമ്പനീസ് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റൂ. ഏതൊരു ടെക്നോളജി ആണെങ്കിലും അതിന് കുറച്ച് ടൈം വേണം. അതിന്റെ ഒരു ഫസ്റ്റ് നമ്മൾ അത് നർച്ചർ ചെയ്ത് കുറച്ച് കഴിഞ്ഞൊരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത്, അതായത് പ്രൊഡക്ഷനിലേക്ക് വരണമെങ്കിൽ അതിന് കുറച്ച് കുറെ ടൈം എടുക്കും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇപ്പോഴത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഏത് ടെക്നോളജിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കേസിൽ. ഇപ്പം Next.js എന്ന് പറയുന്ന ടെക്നോളജി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു React.jsന്റെ തന്നെ ഒരു ഫ്രെയിംവർക്ക് ആണ് Next.js എന്ന് പറയുന്നത്. ഈ ഒരു Next.jsന്റെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. അവർ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അതായത് യൂട്യൂബ് ഇപ്പൊ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതെ. അതായത് ഇപ്പൊ ഈ വെബ് ഡെവലപ്മെന്റിൽ എടുത്ത് നോക്കി Next.jsന്റെ വീഡിയോസ് മാത്രമേ കാണാനുള്ളൂ. അവരിത് ചെയ്യുന്നുണ്ട് അവരുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടി. പുതിയ ടെക്നോളജി വരുമ്പോൾ അവർ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുമ്പോൾ അവരുടെ വ്യൂസ് കൂടും. പക്ഷേ ഒരു പ്രൊഡക്ഷനിൽ ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ ഒരിക്കലും Next.js അവർ യൂസ് ചെയ്യും. Next.js മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ അതിപ്പോഴും സ്റ്റിൽ സ്റ്റേബിൾ അല്ല. ഇതിനൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ Next.js ഇപ്പൊ യൂസ് ചെയ്യുന്ന 15 എന്ന് പറയുന്ന വേർഷൻ ആണ്. 13 വേർഷൻ ആയപ്പോഴത്തേക്ക്, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ വേർഷൻ 13 വേർഷൻ വന്നപ്പം കംപ്ലീറ്റ് സാധനങ്ങൾ അവർ മാറ്റി. റൗട്ടിങ് വരെ കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റിയിട്ട് അവരത് എന്ത് ചെയ്തു, അപ്ഡേറ്റ് കൊണ്ടുവന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ ടെക്നോളജി എടുത്ത് ചെയ്ത പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് അത് മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു മെർജ് സ്റ്റാക്ക് എന്ന് പറയുന്ന സ്റ്റിൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതേപോലെ ഒരുപാട് ഫേസ് കഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിൾ ആണ്. നമുക്ക് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. പെട്ടെന്നൊരു മാറ്റം അതിലേക്ക് വരുന്നത് കുറവാണ്. സോ ഇപ്പോ നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് ഞാൻ നിങ്ങളൊരു ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ഇപ്പൊ ടെക്നോളജി കമ്പനികളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർ യൂസ് ചെയ്യാൻ നല്ലത് മേൺ തന്നെയാണെന്നുള്ള സാറിന്റെ സംസാരത്തിൽ നിന്ന് ഇപ്പൊ ഏകദേശം ഈ ഒരു ടൈമിൽ അത് തന്നെയാണ്. അപ്പൊ ഇനി ഇപ്പോ നമ്മള് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ, ഒരു വെബ് ഡെവലപ്മെന്റിലേക്ക് വരാനുള്ള അവരുടെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പുതിയ ഇനി കൂടുതൽ വരാൻ സാധ്യതയുള്ള ടെക്നോളജി ആണോ അല്ലെങ്കിൽ മേൺ പോലെയുള്ള ടെക്നോളജികൾ തന്നെയാണോ അവർ ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ് സാർ ഒരു ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഈ ഒരു Next.jsന്റെ കേസ് ഞാൻ പറഞ്ഞു. എനിക്ക് ഇനിയും പുതിയതായിട്ട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കരിയർ ഒരിക്കലും നിങ്ങൾ ബെറ്റ് ചെയ്യരുത്. കാരണം പുതിയൊരു ടെക്നോളജി വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് അത് ചെയ്യാം, പഠിക്കാൻ നല്ലതാണ്. പക്ഷേ ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് അത് വരാനായിട്ട് ഒരു പുതിയ ടെക്നോളജി വന്നാൽ ഇപ്പൊ Next.js എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് വരണമെങ്കിൽ ടൈം എടുക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം, പ്രശ്നമില്ല. പക്ഷെ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ടെക്നോളജി ഫീൽഡിൽ പഠിക്കുന്ന മുഴുവൻ ആളുകളോട് എപ്പോഴും പറയാനുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കും ചെയ്ത് ഇപ്പൊ നമ്മൾ മേണിൽ തന്നെ നല്ലൊരു ബേസ് ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് മറ്റുള്ളതിനെ കുറിച്ച് ആംഗുലർ പോലുള്ള തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പൊ അതന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരുപാട് കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കണ്ടിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ വരെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ കുറിച്ച് ഫൈനലി നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്താണ് സാറ് അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് ഒരിക്കലും അവര് ഇപ്പം നമ്മളൊരു വെബ് ടെക്നോളജി പഠിക്കുകയാണ്, വെബ് ഡെവലപ്മെന്റ് പഠിക്കുകയാണ്, ഒരു സ്റ്റാക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളിവിടെ സൈറയിൽ ട്രെയിനിങ് കൊടുക്കുന്നതാണെങ്കിലും ഇപ്പൊ എന്റെ ട്രെയിനേഴ്സ് ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും ഏത് സ്റ്റാക്ക് കിട്ടിയാലും അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം പാറ്റേൺസ് സെയിം ആയിരിക്കും. ചെയ്യുന്ന പാറ്റേൺ ടെക്നോളജി എത്ര മാറിയാലും ഇതിന്റെ കോൺസെപ്റ്റും ലോജിക്കും എല്ലാം സെയിം ആയിരിക്കും. ഏത് ടെക്നോളജി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയും ഈ ഒരു വെബ് ഡെവലപ്മെന്റിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സ്റ്റാക്കിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിന്റെ മെയിൻ ലോജിക്കിനെയും ഫംഗ്ഷനാലിറ്റിനെയും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് സ്റ്റാക്ക് വന്നാലും ഏത് ലോജിക് ഡെവലപ്പ് അത് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളൊരു ട്രെയിനിങ് രീതി അങ്ങനെ തന്നെയാണ്. അതെ, നമ്മൾ കൊണ്ടുപോകുന്ന ട്രെയിനിങ് രീതി ആ ഒരു രീതി. ഇപ്പൊ എന്റെ സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി അവർക്ക് ഏത് സ്റ്റാക്ക് കിട്ടിയാലും അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഓരോരോ കോൺസെപ്റ്റുകൾ പറഞ്ഞ് അത് മാക്സിമം അവരെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച് എവിടെയെങ്കിലും അവർ സ്റ്റക്ക് ആവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇടപെട്ട് ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. സ്വാഭാവികമായിട്ടും ആ ഒരു ടാസ്ക് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ടാസ്കുകൾ ചെയ്യുക, ടെക് സ്റ്റാക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. സോ ടെക്നോളജി ഫീൽഡിലേക്ക് കടക്കുന്ന സമയത്ത് ഏതൊരു സമയത്ത് ഒരുപാട് ഡിബേറ്റുകൾ കാണാം. ഇന്ന ടെക്നോളജി ഔട്ടായി അല്ലെങ്കിൽ ഇന്ന ടെക്നോളജി ഔട്ടാവാൻ പോവാണ്, പുതിയൊരു ടെക്നോളജി കടന്നു വരികയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഡിബേറ്റ്സുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്.
പക്ഷെ നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു വെബ് ഡെവലപ്മെന്റ് ഫീൽഡിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന പുതിയ ആസ്പയറിംഗ് മൈൻഡ്സുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു സ്ഥാപനം, ഏതൊരു ടെക്നോളജി ഫീൽഡിൽ നിങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മനസ്സിലാവും ഏതൊരു സ്ഥാപനങ്ങളും അവരുടെ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മേൺസ്റ്റാക്ക് ഒക്കെ പോലെയുള്ള ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 20-30 വർഷത്തേക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ ടെക്നോളജി സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാ ഇൻഡസ്ട്രി സപ്പോർട്ടും ഉള്ള ഒരു ടെക്നോളജി തന്നെയാണ് ബേസിക്കലി മേൺസ്റ്റാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്യൂച്ചറുള്ള, വളരെ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്ന, ഒപ്പം ഒരുപാട് സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ടെക്നോളജി തന്നെയാണ് മേൺസ്റ്റാക്ക് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇനിയും ബൂമിങ് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടെക്നോളജികൾക്കിടയിൽ നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു ടെക്നോളജി തന്നെയാണ് മേൺസ്റ്റാക്ക് എന്ന കാര്യം ഷുവറാണ്.